ഗൂഗിൾ ഫോംസിൽ ചോദ്യാവലി തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു ബ്രൗസർ എടുക്കും. ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് സെലക്ട് ചെയ്യുക. അതിൽ പേഴ്സണൽ എന്ന പെട്ടിയുടെ ഉള്ളിൽ ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എ ന്യൂ ഫോം എന്നതിനടിയിൽ ബ്ലാങ്ക് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു അൺടൈറ്റിൽഡ് ഫോം വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ആദ്യം സെറ്റിംഗ്സിൽ പോയി ക്വിസസിൽ സെലക്ട് ചെയ്യുക. മേക്ക് ദിസ് എ ക്വിസ് എന്ന് സെലക്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം മാർക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ, നിങ്ങൾക്ക് അവസാനം മാർക്ക് ചെയ്ത് കൊടുക്കാൻ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി കുട്ടിക്ക് മിസ്ഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസറും പോയിന്റ് വാല്യൂ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് വന്നത്. ഇനി അത് വേണ്ടെങ്കിൽ ഇവിടെ ഓരോന്നിനും ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മതിയാവും. ഇനി സേവ് ക്ലിക്ക് ചെയ്യുക. അൺടൈറ്റിൽഡ് ഫോം എന്ന ഇതിൽ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് സ്കൂളിന്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത് ആദ്യം നെയിമാണ്. നെയിം എന്നത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് നിർബന്ധമുള്ള ക്വസ്റ്റ്യൻ ആയതിനാൽ റിക്വയർഡ് എന്ന് കൊടുക്കണം. ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്നതിനായി ആഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. നമുക്ക് ക്ലാസ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയി കൊടുക്കാം. റിക്വയർഡ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. സെക്ഷൻ ആഡ് ചെയ്യുന്നതിനായി രണ്ട് പെട്ടികൾ പോലെ ഉള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ വന്നു. സെക്ഷൻ സെലക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ആദ്യത്തെ നെയിമും ക്ലാസ്സും അടിച്ചതിന് ശേഷം മാത്രമേ കുട്ടിക്ക് പുതിയ സെക്ഷനിലേക്ക് കടക്കാൻ കഴിയുള്ളൂ, എക്സാമിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അൺടൈറ്റിൽഡ് സെക്ഷനിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറയാം. ഇനി നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. അതിനാൽ നമ്മൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതിനാൽ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്യുക. ഇനി ഓപ്ഷൻ 1 ഓപ്ഷൻ ആഡ് ചെയ്ത് പുതിയ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ആഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇനി ഒരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, ക്യാമറ വഴി അപ്ലോഡ് ചെയ്യാം, URL വഴി അപ്ലോഡ് ചെയ്യാം, ഫോട്ടോസ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം, ഗൂഗിൾ ഇമേജ് സെർച്ച് വഴി
അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ ചിത്രം വരുന്നതായിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായും ചെയ്യേണ്ടതാണെങ്കിൽ റിക്വയർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആവശ്യമില്ലെന്ന് വെക്കട്ടെ, അപ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആൻസർ കീ ക്ലിക്ക് ചെയ്യണം. ആൻസർ കീയിൽ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് അടിക്കുക. ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ആഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആൻസറോ പാരഗ്രാഫോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ഒരു ചേരുംപടി ചേർക്കുന്ന മാതൃകയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് എന്നത് ചേരുംപടി ചേർക്കുന്ന രീതിയാണ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്താൽ മതി. ആൻസർ കീയിൽ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ 2 ക്വസ്റ്റ്യനുള്ള ചോദ്യാവലി തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വീഡിയോയും ഇമേജും ഒക്കെ ആഡ് ചെയ്യാൻ കഴിയും. URL വഴിയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ആഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ ഫോം ഒന്ന് കണ്ടു നോക്കാം. റിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി കാണിച്ചു തരാം. ഈ കണ്ണ് പോലെയുള്ള ഈ ഐക്കണാണ് പ്രിവ്യൂ. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ആ ഫോം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കുട്ടി പേരും ക്ലാസ്സും അടിച്ചതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഇങ്ങനെയാണ് കുട്ടി ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നുണ്ടാവും. മാർക്ക് കുട്ടിക്ക് തന്നെ കാണാനാവുന്നതാണ്. അപ്പോൾ ഇവിടെ റെസ്പോൺസസിന് ഇടയ്ക്ക് ഒരു 1 എന്ന് കാണാനാകും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ സമ്മറിയിൽ നമുക്ക് മാർക്ക് കാണാനാകും. 2 മാർക്ക്. നെയിം കാണാനാകും, ക്ലാസ് കാണാനാകും. അനു എന്ന കുട്ടി 4ാം ക്ലാസ്സിൽ. എല്ലാ ചോദ്യത്തിനും കറക്റ്റ് ഉത്തരം എഴുതിയിരിക്കുന്നതായി കാണാനാകും. ഈ ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യുന്നവർക്കെല്ലാം അപ്പോൾ തന്നെ മാർക്ക് കാണാനാകുന്നതാണ്. ഇനി ഈ ഫോം ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ സെൻഡ് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് വഴിയാണ് സെൻഡ് ചെയ്തതെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇനി കുട്ടികളുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായി വരും.
ഇനി ലിങ്ക് വഴി സെൻഡ് ചെയ്യാൻ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു വലിയ ലിങ്ക് കാണാനാകുന്നതാണ്. ഇതിൽ ഷോർട്ടൻ URL സെലക്ട് ചെയ്യുക. കോപ്പി സെലക്ട് ചെയ്യുക. ഇനി അത് വാട്സപ്പ് വഴിയും പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.